ഹായ് ഹലോ എല്ലാവർക്കും അഗ്ഗി സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഇന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ രാവിലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി വൈകുന്നേരത്തേക്ക് കുറുകി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അമ്മയുടെ ഷോപ്പിൽ പോയിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും പാക്ക് ചെയ്തതാ. ഞങ്ങൾ ഇറങ്ങി, നല്ല ബ്ലോക്കാണ്, മഴയും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ പോയി അവർക്കത് കൊടുത്ത് അല്ലിക്കുട്ടന് ലോലിപ്പോപ്പ് വേണമെന്ന് പറഞ്ഞ് അതും മേടിച്ച് നമ്മൾ തിരിച്ചതാ പോവുകയാണ്. ഞങ്ങൾ ഇന്ന് പാലക്കാടോട്ടാണ് കേട്ടോ പോകുന്നത്. കുറേ നാളായി അവിടെ പോകണം, അവിടെ മലമ്പുഴ ഡാം, പിന്നെ ധോണി വെള്ളച്ചാട്ടം ഇതൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ധോണി വെള്ളച്ചാട്ടത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ നോക്കുമ്പോൾ 1:30 മണി വരെ ഉള്ളൂ കേട്ടോ. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് 1:30 വരെ ഉള്ളൂ അവിടെ ടൈമിങ്. അപ്പോൾ പിന്നെ നമുക്കത് എന്താ പറയുക, നമുക്ക് അപ്പോഴേക്കും എത്തത്തില്ല, നമ്മളിന്ന് ലേറ്റായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഉച്ചയായപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് നേരെ ഒരു ഷാപ്പിലോട്ടാണ് കേട്ടോ പോയത്. എരിവും പുളി എന്ന് പറയുന്ന ഒരു ഷാപ്പാണ്. ഇത് ആറ്റാശ്ശേരിയാണ് കേട്ടോ ഉള്ളത്. അടിപൊളി ഷാപ്പാണ് കേട്ടോ. ഇവിടെ കള്ളിൻ്റെ ആ ഒരു ഷാപ്പ് വേറെയുണ്ട്, ഫുഡ് കൊടുക്കുന്നത് അപ്പുറത്തെ സൈഡിൽ വേറെയുണ്ട് കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങൾ കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പം, പൊറോട്ട, പിന്നെ താറാവിൻ്റെ ഒരു റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സിൽവർ അവോലിൻ്റെ ഒരു ഫിഷ് പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രോൺസിൻ്റെ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാം. ഞാനിന്ന് ആദ്യമായിട്ടാണ് ഈ താറാവ് കഴിക്കുന്നത്, കക്ക കഴിക്കുന്നത്, ഒക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഭയങ്കര എരിവൊന്നുമില്ല. സാധാരണ നമ്മൾ പറയും ഇവിടെ ഷാപ്പിലേക്ക് ഫുഡ് ഭയങ്കര എരിവായിരിക്കും, കഴിക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എരിവുണ്ട്, എന്നാലും എന്താ പറയുക, നമുക്ക് ഒക്കെ സഹിച്ച് കഴിക്കുക, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര അഫോർഡബിളും ആയിരുന്നു കേട്ടോ. വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഈ ഒരു ഫിഷ് പൊള്ളിച്ചതിന് മാത്രമായിരുന്നു അത്യാവശ്യം കുറച്ച് എന്താ പറയുക റേറ്റ് തോന്നിയത്. ബാക്കി എല്ലാത്തിനും നല്ല എന്താ പറയുക അഫോർഡബിൾ ആയിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര വൃത്തിയൊന്നും തോന്നത്തില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു, നീറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സ്കീഡ്, ഒരു കുൽഫി, മട്ക കുൽഫിയും കൂടെ മേടിച്ച് ഒരു മൗണ്ടൻ ഡ്യൂ മേടിച്ച് ഞങ്ങളവിടെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഒരു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിൽ ഇച്ചിരി എരിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടെ ആ ഒരു കുൽഫിയൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് പാലക്കാട് ഫോർട്ടിലോട്ടാണ് കേട്ടോ. നമ്മുടെ വെള്ളച്ചാട്ടം എന്തായാലും കുളമായി, പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്രാവശ്യം കുറേ വെള്ളച്ചാട്ടത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു, ഒരിടത്തും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ നേരെ പോകുന്ന പാലക്കാട് ഫോർട്ടിലോട്ടാണ് കേട്ടോ, ടിപ്പു സുൽത്താൻ്റെ കോട്ട. പാലക്കാട് കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ, വ്യൂ ഒക്കെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 25 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഇവിടെ വൈകുന്നേരം 5 മണി വരെയാണ് കേട്ടോ പ്രവർത്തന സമയം വരുന്നത്. പിന്നെ പാർക്കിങ്ങിന് വേറെ ഫീയും വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വാട്ടിക ആൻഡ് ശീല വാട്ടിക എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർഡനും കൂടെ ഉണ്ട് കേട്ടോ. അവിടേക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുളം പോലെ ഉണ്ട്, അതിൽ നിറയെ മീനും ആമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആമ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കരയിലൊക്കെ ഇരിക്കുന്നുണ്ട്, നിറയെ ആമകൾ ഇരിപ്പുണ്ട് കേട്ടോ അതിനകത്ത്. അല്ലിക്കുട്ടൻ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. മൈസൂർ രാജാവായിട്ടുള്ള ഹൈദരലി 1766 പണികഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാർ പുനരുദ്ധരിച്ചതാണ് കേട്ടോ. ഒരുപാട് വീരകഥകൾ ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഇന്ത്യൻ പുരാവസ്തു വകുപ്പാണ് കേട്ടോ സംരക്ഷിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കുന്ന കോട്ടകളൊന്നാണ് കേട്ടോ ഈ കോട്ട. ഈ കോട്ടയ്ക്ക് അകത്തൊരു ചെറിയ ഹനുമാൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. വളരെ ചെറിയൊരു വിഗ്രഹമാണ് ഇതിലുള്ളത്. കിഴക്കോട്ട് ദർശനം നൽകുന്ന ഹനുമാനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആ ഹനുമാന് വടമാല ചാർത്തുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഉപദേവതയായിട്ട് ഗണപതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നു എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. ഈ കോട്ടയുടെ മൈതാനം മുന്നേ ടിപ്പു സുൽത്താൻ ആനകളും കുതിരകളും ഒക്കെ ലയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇതിന് ഇപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സിനും എക്സിബിഷനും പൊതുസമ്മേളനത്തിനൊക്കെ ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ജലകിടങ്ങളും മിന്നലക്ഷ ചാലകങ്ങളും നിരീക്ഷണ ഭാഗങ്ങളും കുളവും ജയിലും ക്ഷേത്രവും കൽമണ്ഡലവും തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ കോട്ടയ്ക്കകത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഹൃദയ ഭാഗത്താണ് കേട്ടോ ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് പാലക്കാട് കോട്ടയെന്നും ടിപ്പു സുൽത്താൻ്റെ കോട്ടയെന്നും ഒക്കെ പറയാറുണ്ട്. ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ സബ് ജയിൽ ഇപ്പോൾ മലമ്പുഴ മന്തക്കാടിലാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. കരിങ്കല്ലും ചുണ്ണാമ്പും കൊണ്ടാണ് കേട്ടോ ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായിട്ട്. കേരള ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ് മൈസൂർ ആക്രമണങ്ങൾ. അതിൻ്റെ പ്രമുഖ സ്മാരകമാണ് പാലക്കാട് കോട്ട. സബ് ജയിൽ, പാലക്കാട് താലൂക്കിൻ്റെ സപ്ലൈ ഓഫീസ്, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് എന്നിവ ഇപ്പോഴും ഇതിനുള്ളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കേട്ടോ. ഹിന്ദു മുസ്ലിം വാസ്തുവിദ്യയും യൂറോപ്യൻ സാങ്കേതികതയും സമന്വയിക്കുന്നതാണ് ഈ ചരിത്ര സ്മാരകം. വാസ്തുവിദ്യ മാത്രമല്ല, യുദ്ധതന്ത്രങ്ങളുടെ കഥകളും നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പറയാനാണെങ്കിൽ
ഒത്തിരി ഉണ്ട് കേട്ടോ ഈ കോട്ടയെ പറ്റിയിട്ട്. അങ്ങനെ തീരാത്ത കാഴ്ചകളും കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. അല്ലിക്കുട്ടൻ ഓടിക്കളിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ആഞ്ജനേയ ക്ഷേത്രത്തിനകത്തോട്ടാണ് കേട്ടോ ഈ പോകുന്നത്. വർക്കിംഗ് ഡേ ആയിട്ടും നിറയെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് വരുന്നവരും ഉണ്ട്, ഇങ്ങനെ ബസ്സിലൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പെയറായിട്ട് കപ്പിൾസായിട്ടൊക്കെ വന്നിരിക്കുന്ന കുട്ടികൾ ഈ കോട്ടയുടെ അകത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു ചെന്നിരിക്കാൻ അവർക്കും രസമാണല്ലോ. അങ്ങനെയൊക്കെ പോയി ഇരിക്കുന്ന കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് ഇതാ വിളക്കൊക്കെ വെച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ വിഗ്രഹമാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടക്കണം. ഒരുപാടുണ്ട് കേട്ടോ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലും ചൂടും ആയതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക ഫുള്ളൊന്നും നടന്നില്ല. എവിടെയൊക്കെയോ ഫുൾ കവർ ചെയ്തു, എന്നാലും കുറേയൊക്കെ മിസ്സായതുപോലെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ എവിടെ കൂടെയാണ് നടന്നത്, എവിടെ കൂടെയാണ് അവിടെ നിന്ന് പോരുന്നതെന്നൊന്നും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പോയ വഴി കൂടെയല്ല തിരിച്ചു വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സൈഡോട്ട് മിസ്സായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേയൊക്കെ നടന്ന് കയറി. പിന്നെ ഫുള്ളിങ്ങനെ സ്റ്റെപ്പും കുത്തനെയുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കയറി പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു അല്ലുക്കുട്ടനെയൊക്കെ കൊണ്ട്. പിന്നെ ഇതൊക്കെ കോട്ടയുടെ മുകൾ ഭാഗത്തോട്ട് പോകുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. പക്ഷെ അവിടെ നിന്നാലൊന്നും നമുക്ക് താഴോട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഹൈറ്റും ഉണ്ട് കേട്ടോ. കാരണം നല്ല പൊക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴോട്ടൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല. ഞാനിതിൻ്റെ ടോപ്പ് വ്യൂ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് പോകുന്നത്. പക്ഷെ അവിടെ എന്നെക്കാളും പൊക്കമുണ്ട് അതിൻ്റെ മതിലുകൾക്ക്. അപ്പോൾ നമുക്ക് താഴോട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ ഹോളിലൂടെയൊക്കെ നോക്കിയാൽ ആ കുളവും അങ്ങനെയൊക്കെ ഉള്ളത് കാണാം. ഇതൊക്കെ അവരുടെ ആ ഒരു യുദ്ധതന്ത്രപരമായിട്ടൊക്കെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും കേട്ടോ. എന്തായാലും ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ മേടിച്ചു. ഞങ്ങളവിടെ നിന്ന് സ്വീറ്റ് കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടറിൻ്റെതാണ് മേടിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങളിതാ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാ കണ്ടില്ലേ, ഫുള്ളും ചുറ്റും കുട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു കോണും കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് മലമ്പുഴ ഡാമിലോട്ടാണ് കേട്ടോ. ഇതുവരെ വന്നിട്ട് ഡാം കണ്ടില്ലേ, മോശമല്ലേ? ഞാൻ മുന്നേ ഒരു പ്രാവശ്യം മലമ്പുഴ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡാം കണ്ടില്ല. നമ്മളവിടെ ഒരു പാർക്ക് ഉണ്ടല്ലോ, ഫാൻറ്റസി പാർക്കോ അങ്ങനെ എന്തോ, അവിടെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഡാമിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കാർമേഘം ഉണ്ട്. എന്തായാലും മഴ പെയ്യുമെന്ന് ഉറപ്പായിരുന്നു. ഞങ്ങൾ പിന്നെ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാറി ചാറിയാണ് അവിടെ എത്തിയത്. പിന്നെ നിലത്തുമൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഓൾറെഡി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ചുറ്റും കണ്ടോ മലകളും, ഫുള്ള് മലകളും സംഭവങ്ങളുമാണേ. ഇടയ്ക്കൊക്കെ നിർത്തി അങ്ങോട്ടൊക്കെ പോയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ അതൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങൾ എത്തി. ഈ ഒരു ഫോർട്ടിൽ നിന്ന് 5-6 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് കേട്ടോ തോന്നുന്നത് മലമ്പുഴ ഡാമിലോട്ട്. വലിയ ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അങ്ങടേക്ക് എത്താൻ പറ്റി കേട്ടോ. പിന്നെ മഴ പെയ്തിട്ട് സൈഡിലൊക്കെ വെള്ളവും അങ്ങനെ ഇതൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുൾ ഒരു വൃത്തിയില്ലാത്ത പോലെയായിരുന്നു. പിന്നെ ഒരുപാട് പട്ടികളുണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് ഡോഗ്സ് ആയിരിക്കും, ഒരുപാടുണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ് നമുക്ക് എന്താ പറയുക, കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. കാരണം ഇഷ്ടംപോലെ കൂട്ടായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്തിനാണെന്നറിയില്ല ഏട്ടൻ എന്താ ഞങ്ങളെയും കൊണ്ട് മുകളിലോട്ട് നടക്കുകയാണ് കേട്ടോ. അവിടെ കൂടെ പോയാലാണ് ഡാമിൻ്റെ മുകളിലെത്താമെന്ന് ഏട്ടൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയായിരുന്നു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അവിടേക്ക് പെർമിഷനൊന്നും ഇല്ല പോവാൻ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അവിടെ നിന്ന് താഴോട്ട് വീണ്ടും തിരിച്ചു പോന്ന് നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അവിടെ നിന്ന് വണ്ടി എടുത്ത് വീണ്ടും താഴെ കൊണ്ടുപോയി വീണ്ടും പാർക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ പാർക്കിങ്ങിന് വീണ്ടും ഫീ കൊടുത്തു. എന്നിട്ട് നമ്മൾ മലമ്പുഴ ഗാർഡനിലോട്ട് കയറുകയാണ്. ഈ ഗാർഡനിൽ കയറിയാലാണ് നമുക്ക് ഡാം കാണാൻ പറ്റുക. അപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ബോച്ചേൻ്റെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണക്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ. 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. അല്ലുക്കുട്ടന് ടിക്കറ്റ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി ഞങ്ങൾ എന്താ പറയുക ടോയ്ലറ്റ് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ടോയ്ലറ്റ് കണ്ടുപിടിച്ച് ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അല്ലുക്കുട്ടൻ വീണു. ഞാൻ ടോയ്ലറ്റിൽ പോയി വരുമ്പോഴേക്കും അല്ലുക്കുട്ടൻ വീണ് അവൻ്റെ നെറ്റി പൊട്ടി. അത്യാവശ്യം നന്നായിട്ട് ബ്ലീഡ് ചെയ്തു. ചെറിയ മുറിവേ ഉള്ളൂ. പിന്നെ ആ ഒരു ടൈമിൻ്റെയോ അങ്ങനെയൊക്കെ ആയിരിക്കണം, അത്യാവശ്യം കുറേ ബ്ലീഡ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കൊണ്ടുപോയി നന്നായിട്ട് കഴുകി ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ഐസൊക്കെ വെച്ച് അവന് റെഡിയായി, ഓക്കെ ആയി. ആ ഒരു ഐസ് വെച്ചപ്പോൾ തന്നെ ആ ഒരു വീക്കമൊക്കെ മാറി. പിന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ അവിടെ നിന്ന് ഒരു ബെറ്റാഡിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അവൻ പിന്നെ കരച്ചിലൊക്കെ മാറി, അവൻ ഓക്കെ ആയി. പിന്നെ അതിനകത്തൊരു എന്താ പറയുക പാർക്കുണ്ടായിരുന്നു.
അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഓൾറെഡി വീണിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ല. പിന്നെ ആ ഒരു മൂടങ്ങ് പോയി അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പം. പിന്നെ നമുക്ക് തിരിച്ചു പോയാലൊക്കെ വിചാരിച്ചു. പിന്നെ അവനിങ്ങനെ നടക്കാൻ റെഡി ആയതുകൊണ്ട് പിന്നെ വീണ്ടും ബാക്കിയുള്ളടമൊക്കെ ഒന്ന് വേഗം കവർ ചെയ്തു. വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും വേഗം ഒന്ന് കവർ ചെയ്തു. ആ തൂക്കുപാലത്തിൻ്റെ അവിടെയും യക്ഷി സ്റ്റാച്ചു, നന്ദി സ്റ്റാച്ചു, അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ തൂക്കുപാലത്തിൽ കൂടെ അപ്പുറത്ത് പോയിട്ടാണ് നമ്മൾ ആ ഡാമിൻ്റെ ടോപ്പിലോട്ട് പോവുക. ഇതാണ് കേട്ടോ ഡാം. ഞാൻ വിചാരിച്ചു ഇവിടെ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ടാവുമെന്ന്, അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് ഡാമിൻ്റെ ടോപ്പിലൂടെ പോകാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ കയറി മുകളിലോട്ട് പോകാനുണ്ട് കേട്ടോ. അങ്ങനെ വല്ല വിധേനയും ഞങ്ങൾ ആ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തിയതും മഴ പെയ്തു. പെട്ടെന്ന് മഴ പെയ്തു, പെരും മഴ പോലെ പെയ്തു കേട്ടോ. പിന്നെ ഇപ്പോൾ അവിടെ നിൽക്കാനാവില്ലല്ലോ, കാരണം അല്ലുക്കുട്ടൻ തന്നെയും കുട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിൽ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കുടയൊക്കെ നിവർത്തി കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ടു. നമ്മുടെ റിസർവയറും സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു. കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ മാക്സിമം നിന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ മഴ പെയ്ത് ഇനി തിരിച്ച് താഴെ ഇതുപോലെ നടന്നെത്തണമല്ലോ, കാരണം ആ മഴ കണ്ടപ്പോൾ പെട്ടെന്നൊന്നും നിൽക്കുമെന്ന് തോന്നിയില്ല. അമ്മാതിരി മഴയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെ കാണാൻ, മലയും വെള്ളവും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ അങ്ങറ്റം വരെ ഒന്നും നടന്നില്ല, കാരണം നടന്നിട്ട് തിരിച്ച് ഇതുപോലെ നടന്നു വരണം ഈ മഴയത്ത്. അതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് താഴെ ഇറങ്ങിയപ്പോഴേക്കും മഴ നിൽക്കുകയും ചെയ്തു കേട്ടോ. അതാണ് അതിന്ന് രസം. എന്നാലും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. പിന്നെ അല്ലുക്കുട്ടന് പോകുന്ന വഴിക്ക് ടോയ്സ് മേടിച്ചു. അവനൊരു കൗവിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തുപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും മേടിച്ച് കഴിച്ചൊന്നുമില്ല, കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല കാണാൻ. എന്നിട്ട് ഞങ്ങളിതാ അവിടെ നിന്ന് പോന്നു. ഇനി മെയിനായിട്ട് അവനെ ഒന്ന് ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ കയറ്റി കാണിക്കണം, അതായിരുന്നു മെയിൻ ഉദ്ദേശം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫാൻറ്റസി പാർക്ക്. അങ്ങനെ അതിനായിട്ടാണ് കേട്ടോ പോകുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് ബെറ്റാലിയൻ എന്തെങ്കിലും മേടിച്ചിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്യാമെന്ന്. കാരണം ആ ഫസ്റ്റ് എയ്ഡിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു സുഖം കിട്ടിയില്ല. അതുകൊണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊന്ന് കൽപ്പാത്തിക്ക് കൂടെ കയറി കേട്ടോ. ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇവിടെ എന്താ സംഭവം എന്നും കൂടെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഈ ഒരു ടെമ്പിളും പിന്നെ ആ രഥോത്സവത്തിൻ്റെ ഒരു രഥം അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു രഥം. അങ്ങനെ അതും അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവരുടെ ഒരു എന്താ പറയുക, ആദ്യത്തെ പൈതൃക ഗ്രാമം അങ്ങനെ എന്തോ അല്ലേ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു അഗ്രഹാരങ്ങളും അവരുടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല, അങ്ങനെ പോയി. പിന്നെ ഇവിടുത്തെ ഫേമസ് ഇവരുടെ പിക്കിളും സ്വീറ്റ്സും അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ അതിനൊന്നും ഇറങ്ങിയില്ല, നമ്മൾ ഈ ഒരു മെഡിക്കൽ സ്റ്റോർ തിരഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഇറങ്ങിയില്ല. അപ്പോൾ ഇതിനകത്തൊരു ചെറിയൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ അവർ വേറെ ഒരു ഇതിൽ കാണിക്കാൻ പറഞ്ഞു കേട്ടോ, ഹോസ്പിറ്റലിലോട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇവിടെ എന്താ പറയുക, നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു, എന്താ ഒരു ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി. പക്ഷെ അതൊക്കെ മെയിൻ്റെനൻസ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അതിനൊന്നും അധികം ഇറങ്ങാൻ നിന്നില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ പോന്നു. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 5-6 മണിയൊക്കെ ആയി. അപ്പോൾ നല്ലൊരു ക്ലിനിക്കും തിരഞ്ഞെടുക്കുന്നു. ഹോസ്പിറ്റലൊക്കെ എത്തിയാൽ പിന്നെ പ്രൊസീജിയറും കാര്യമായിട്ട് നല്ല ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ക്ലിനിക്കിൽ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ പറയുക, അവനും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കുകയെന്ന്. അങ്ങനെ ഈ ഒരു കഫേ T4T എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഫേയിൽ കയറി ഞങ്ങൾ ഒരു ചായയും ഒരു ചിക്കൻ റോളും ഏട്ടനൊരു പപ്സും അത് കൂട്ടൊരു സമോസയും അതൊക്കെ കഴിച്ച് ഞങ്ങളൊരു കുഞ്ഞു ക്ലിനിക്കിൽ കയറിയിട്ട് മുണ്ടൂർ. അവിടെ നിന്ന് അവനെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് മരുന്നൊക്കെ മേടിച്ചിട്ട് ഒരു DTDCൻ്റെ ആഹാരം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു, കാരണം ആ ഒരു ചിക്കൻ റോൾ നല്ല ഫില്ലിംഗ് ആയിരുന്നു. അവർ രണ്ടാളും കൂടെ ഇടിയപ്പം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇടിയപ്പവും പിന്നെ പെപ്പർ ചിക്കനും. പിന്നെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു. ഞാൻ കുടിക്കുന്ന കണ്ട പല്ലുക്കുട്ടനും ജ്യൂസ് വേണം. അങ്ങനെ പിന്നെ അവനും ഒരു ജ്യൂസ് മേടിച്ചു, ഏട്ടനൊരു ചായ മേടിച്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ അല്ലുക്കുട്ടന് കഴിപ്പിക്കായിരുന്നു കേട്ടോ. അവനെ ഡ്രസ്സ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന്, വലിയ പ്രശ്നമൊന്നുമില്ല, ഡീപ്പൊന്നും അല്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് കാൽപോൾ കൊടുത്താൽ മതി ഒരു 2 ദിവസത്തേക്ക് 3 നേരം, കാരണം ഒന്ന് പനിക്കുമല്ലോ. പിന്നെ അവന് വൊമിറ്റിങ്ങും ഫെയിൻ്റ് ആവുകയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓൾറെഡി അവൻ്റെ അപ്പുറത്തെ നെറ്റിയിൽ ഇതുപോലെ ഒരു മുറി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ ആകുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഇത് കണ്ട് പരിചയമുള്ളതുകൊണ്ട് എന്താ പറയുക, നമുക്കറിയാം ഇനി എന്താണെന്ന്. എന്നാലും ആ ഒരു സമയത്ത് ഞങ്ങൾ നല്ലോണം പാനിക്കായി കേട്ടോ, പേടിച്ച് പോയി. കാരണം വീണ് അത്രയും ബ്ലീഡ് ചെയ്ത് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമൊന്നുമില്ല, അവനും ഓക്കെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പെരിന്തൽമണ്ണ എത്തി. പിന്നെ എക്സ്പാൻഷനിലൊന്ന് കയറാനുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് തിരഞ്ഞ് ഒരു മെറൂൺ കളർ പ്ലെയിൻ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും എടുത്ത്
ജസ്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്ന് കയറി. അപ്പം അമ്മ പോയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് ഏട്ടനൊരു ഡ്രീം കേക്ക് കഴിക്കണമെന്ന് കുറേ ആയി പറയുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ കഴിക്കാമെന്ന്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം ആ ഒരു മുകളിലത്തെ ആ ഒരു ഹാർഡ് ലെയർ വീട്ടിലെത്തുമ്പോഴേക്കും അലിഞ്ഞു പോകുമല്ലോ. അപ്പം തന്നെ അത് ഏകദേശം അലിഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി ഒരു സൈഡിലാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ഇതാ കഴിച്ചു നോക്കി. എന്നിട്ട് ദുബായിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അത് വേറെ എന്താ പായസത്തിൻ്റെയോ അങ്ങനെ എന്തോ ആണ് കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ കേക്ക് വേൾഡിൽ നിന്ന് മേടിച്ചത് നല്ല ടേസ്റ്റ് ആയിട്ടോ. ഞാൻ മുമ്പ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്. അപ്പോൾ ഏട്ടനും അത് ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ചതാ തിരിച്ച് ചങ്ങാതി പോയിട്ട് ഒരു ദോശമാവും മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അമ്മ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അമ്മ താമസിച്ചു. 9 മണിയൊക്കെ ആയിട്ടാണ് ഷോപ്പിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതാ അല്ലുക്കുട്ടൻ കയറി പോകുന്നുണ്ട്. അപ്പോൾ അല്ലുക്കുട്ടനെ കണ്ടിട്ട് അമ്മ ആകെ വിഷമമായി, ഞങ്ങളെ ചീത്തയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ടാറ്റാ ബൈ.